പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കുന്നത് തക്കാളിക്കറി എങ്ങനെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി 2 തക്കാളിയും 2-3 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയായി അരിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പിണുപിണാന്നരിഞ്ഞ് ഇട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇങ്ങനെ നമ്മുടെ ചട്ടി അടുപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ചേർത്ത് വെക്കാം. തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ടിത് നന്നായിട്ട് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കാണാം. നമ്മുടെ തക്കാളിക്കറിക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചിട്ട് വരാം. ആവശ്യത്തിന് വെള്ളം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി തക്കാളി വെന്തോന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചേക്കുന്ന അരപ്പെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു നന്നായിട്ടിത് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. കറി ഒന്ന് നന്നായി ചൂടായി ഒന്ന് വരണം. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കണം. നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില, 2 വറ്റൽമുളക് ഇതും കൂടെ അതിലേക്ക് കൊടുക്കാം. കടുക് ഉള്ളിയൊക്കെ മൂത്ത് വന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യണം ആ നേരത്തേക്ക്. നന്നായത് പച്ചമണം മാറി നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ സ്വാദിഷ്ടമായ തക്കാളിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.